പണ്ട് ഇവിടെ പാലം വന്ന സമയത്ത് പണ്ട് പാലം വന്നപ്പോൾ എന്താണ് കടത്തുകാരന്മാർക്ക് ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് പാലത്തിനെതിരെ സമരം ചെയ്ത ആൾക്കാരാണ് നമ്മൾ. കമ്പ്യൂട്ടർ വന്ന കാലത്ത് കമ്പ്യൂട്ടറിനെ തല്ലി ഓടിച്ച ആൾക്കാരാണ് നമ്മൾ വിചാരിച്ചാൽ ഈ കാലഘട്ടം പഴയ മാവേലി നാടുവാണിയുടെ കാലം ഓണത്തിന് പാടാമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ പുത്തൻ പണക്കാരായിട്ടുള്ള മധ്യവർഗ മാതാപിതാക്കൾ ചിലർ വിചാരിക്കുന്നത് പോലെ എൻ്റെ മക്കള് മണിമണിയായി ഇംഗ്ലീഷ് പറയുക മാത്രമല്ല മലയാളം അറിഞ്ഞുകൂടാ എന്ന് പറയുകയും കൂടി ചെയ്യുന്നതിലാണ് എൻ്റെ അഭിമാനത്തിൻ്റെ കൊടി പാറുന്നത് എന്ന് വിചാരിക്കുന്ന മൂഢന്മാരായിട്ടുള്ള കുറെ പേര് ഈ കേരളത്തിലുണ്ട്. അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരാധീനത. മലയാളം എന്നത് നമ്മുടെ ഒരു ഫാഷന് വേണ്ടി മലയാളം പഠിക്കണം എന്നല്ല പറയുന്നത്, നമ്മളൊരു തീവ്രവാദിയായതുകൊണ്ട് മലയാളം പഠിക്കണം എന്നല്ല പറയുന്നത്, നമുക്ക് വേണ്ടി നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ചെടുത്ത ഒരു അതിവിശിഷ്ടമായിട്ടുള്ളൊരു ഭാഷയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്, നിങ്ങൾ അനാഥരായി പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. കേരളം എൻ്റെ ജന്മനാട്, മലയാളം എൻ്റെ മാതൃഭാഷ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു കർമ്മ പദ്ധതി ഇവിടെ അവതരിപ്പിക്കും എന്നാണ്, ശിലാസർ ഇവിടെ അവതരിപ്പിക്കുമെന്നാണ് ഈ നോട്ടീസ് നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കർമ്മ പദ്ധതി എന്താണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞുകൂടാതെ തന്നെ അത് എന്തായിരിക്കും എന്നൊക്കെ ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. മാതൃഭാഷയിൽ നിന്നും കേരളീയതയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് വിലപിക്കുന്ന ഒരു അമ്മയുടെയും അച്ഛൻ്റെയും രോദനമായിരിക്കുമല്ലോ ആ കർമ്മ പദ്ധതിയിലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അമ്മയെ വിട്ടുപോകരുത് എന്നാണ് നമ്മൾ ഈ പറയുന്നത്. പക്ഷേ പിള്ളേർക്കാർക്കും ഇവിടെ നിൽക്കണമെന്നില്ല, മാനസികമായിട്ട് നിൽക്കണമെന്നില്ല, ശാരീരികമായിട്ട് നിൽക്കണമെന്നില്ല. +2 കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യത്ത് ചേക്കേറിയാൽ എന്ത് എന്നാണ്. അതിനുവേണ്ടി എഡ്യൂക്കേഷൻ ലോൺ തരാനായിട്ട് ആളുകൾ പിന്നാലെ നടക്കുക. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടുവല്ലോ. ബാങ്ക് മാനേജറെ സംബന്ധിച്ചിടത്തോളം ലോൺ കൊടുക്കുന്നത് വരെ ഉള്ളൂ നമ്മൾ അയാളുടെ ബന്ധു, പിന്നെ നമ്മൾ അയാളുടെ ശത്രുവാണ് കേട്ടോ. നല്ലൊരു ഡിഫോൾട്ട് എങ്ങാനും വരുമോ എന്നുള്ള ഭയത്തിലാണ് അയാളുടെ ജീവിതം. കൊടുക്കുന്നത് വരെ ടാർഗറ്റ് ഒപ്പിക്കാൻ വേണ്ടി ഞാൻ എത്ര ലോൺ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അയാളുടെ ബന്ധു. ഒരു ദിവസം എങ്ങാനും റീപേയ്മെന്റ് വൈകിയാൽ നമ്മൾ അയാളുടെ ശത്രു. അതാണ് ഈ ലോണിന്റെ ഒരു തത്വശാസ്ത്രം. അപ്പോൾ അങ്ങനെ ലോണുമായിട്ട് ആളുകൾ പിന്നാലെ നടക്കുകയാണ്. എന്തിനാണ് പിള്ളേരെ പാക്ക് ചെയ്ത് വെളിയിലോട്ട് അയക്കാൻ? പോകുന്നതിൽ വിരോധമൊന്നുമില്ല. ആളുകൾ എത്ര പേര് പുറത്തു പോയിട്ട്, മഹാത്മാഗാന്ധി പുറത്തു പോയിട്ടല്ലേ പഠിച്ചത്, ജവഹർലാൽ നെഹ്റുവും പുറത്തു പോയിട്ടാണ് പഠിച്ചത്, അംബേദ്കറും പുറത്തു പോയിട്ടാണ് പഠിച്ചത്. അതുകൊണ്ട് പുറത്തു പോയി പഠിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഠിക്കാനായിരിക്കണം പോകുന്നത് എന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് എന്നൊന്ന് പൊക്കളയാമെന്ന് വിചാരിച്ച് പോകരുത്. ഇവിടെ കിട്ടാത്തത് വല്ലതും അവിടെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇവിടെ എന്ത് കിട്ടുമെന്ന് അറിയാൻ പോലും അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാതെ എങ്ങനെയെങ്കിലും ലോൺ സംഘടിപ്പിച്ചിട്ട് വിദേശത്ത് പോകുന്ന മലയാളി വിദ്യാർത്ഥികളോട് വലിയ സ്നേഹമൊന്നും ഞാൻ പുലർത്തുന്നില്ല. കാരണം അവരിവിടെ എന്താണ് ഉള്ളത് എന്നുള്ളത് അന്വേഷിക്കുന്നില്ല. അത് പോകട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകണമെന്ന് തോന്നുന്നത്? കേരളം വിട്ടുകളയാമെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അവർക്ക് ആവശ്യമുള്ളതൊന്നും കിട്ടുന്നില്ല എന്നൊരു വിചാരം, വെളിയിൽ പോയാൽ എല്ലാം കിട്ടുമെന്നൊരു വിചാരം. ഒരു അർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ ഇല്ലാത്തതും അവിടെ ഉള്ളതും ആയിട്ടുള്ള ഒരു സംഗതി സ്വാതന്ത്ര്യമാണ്. ഈ കുട്ടികൾ മുഴുവൻ പോകുന്നതിന്റെ പ്രധാന കാരണം സ്വാതന്ത്ര്യം അന്വേഷിച്ചാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുട്ടികൾ കുറെയൊക്കെ അസ്വാതന്ത്ര്യത്തിന് വിധേയമാകുമായിരുന്നുവെങ്കിൽ, നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുമായിരുന്നുവെങ്കിൽ, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും എന്റെ മേൽ വേണ്ട എന്ന് വിളംബരം ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും വെറുക്കുന്നതുമായിട്ടുള്ള കാര്യം ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ. അതിൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന നമ്മളെ പോലുള്ള മുതിർന്നവരുടെ മനോഭാവം എന്താണ്? നിനക്കൊന്നും അറിഞ്ഞുകൂടാ, നീ അപകടത്തിൽ ചാടും, അതുകൊണ്ട് നിന്നെ നിയന്ത്രിക്കേണ്ടതും നന്നാക്കേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ കുട്ടികൾ പറയുന്നു, ഞാൻ സ്വയം നന്നായിക്കൊള്ളാം, എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി എന്നാണ് പിള്ളേർ പറയുന്നത്. ഇതിനകത്ത് ആശാരിയുടെ നോട്ടത്തിലും കുഴപ്പമുണ്ട്, തടിയുടെ വളവിലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ രണ്ട് ആശയങ്ങളും പൂർണ്ണമായി ശരിയല്ലെങ്കിലും പൂർണ്ണമായി തെറ്റാണ് എന്നും പറഞ്ഞുകൂടാ. ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ലോകബോധവും കൂടുതൽ ഇൻഫർമേഷനും, അറിവെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫർമേഷനും ഒക്കെ കിട്ടിയിട്ട് ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പഴയ മൂല്യബോധം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പഴയതുപോലെ വിനീത വിധേയരായി പെരുമാറുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആകാനേ സാധിക്കൂ. ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത മുതിർന്നവർക്കാണ് പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത നമുക്കാണ് പ്രശ്നം. മാറ്റങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യമല്ല. മാറ്റങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ കുട്ടികൾക്കും സാധ്യമല്ല. അപ്പോൾ പിന്നെ മാറാതിരിക്കുന്നത് നമ്മുടെ ഭാഗത്താണല്ലോ തെറ്റ് എന്ന് ഞാൻ പറയും.
മാറാത്ത ഒരു കാര്യം മാറ്റങ്ങൾ മാത്രമെന്നൊക്കെ പറയുന്ന ഒരു ക്ലീശ ഉണ്ടല്ലോ. അപ്പൊ അത് വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. കാരണം ഏറ്റവും പുതിയ ജനറേഷനാണ്, പുതിയ കുട്ടികളാണ് ഈ കാലഘട്ടവുമായി പൊരുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു കുട്ടിയെ എനിക്കറിയാം, കുട്ടിയല്ല, ഒരു അമ്മ. ആ മകള് എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുകയാണ്. ഒരു 4-5 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് എന്താണ് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതെന്നൊരു ചർച്ചയാണ്. അയ്യോ, മൊബൈൽ ഫോൺ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയില്ല, എൻ്റെ മോൾക്ക് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അവസാനം കുട്ടിക്ക് എന്ത് സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല. കോവിഡ് വന്ന കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കൊച്ചു ക്ലാസ്സുകളിലെ പിള്ളേർ പോലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്താണെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കുട്ടിക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ജാഗ്രത പുലർത്തൽ എന്ന് വിചാരിക്കുന്ന അമ്മയുടെ ഭാഗത്താണോ തെറ്റ്? അതോ ഒരു മൊബൈൽ വാങ്ങിച്ചു തന്നാൽ എനിക്ക് ബസ് മിസ് ചെയ്ത് പോയാലെങ്കിലും വിളിച്ചു പറയാമല്ലോ, ഞാൻ വീട്ടിൽ വരാൻ താമസിക്കുമെന്നുണ്ടെങ്കിൽ വീട്ടിൽ അറിയിക്കാമല്ലോ എന്ന് പറയുന്ന മകളുടെ ജാഗ്രതയ്ക്കാണോ കുഴപ്പം? എനിക്ക് തോന്നുന്നത് മാറാൻ വിസമ്മതിക്കുന്ന ഈ അമ്മയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് എൻ്റെ വിശ്വാസം. സാങ്കേതിക വിദ്യ എന്തുമായിക്കൊള്ളട്ടെ, കുട്ടികളെ അതിൽ നിന്ന് അകറ്റി നിർത്തുന്നതല്ല ബുദ്ധി. ജാഗ്രതയോടുകൂടി ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് അവർക്ക് പരിശീലനം കൊടുക്കലാണ് ഏറ്റവും പ്രധാനം. പണ്ട് ഇവിടെ പാലം വന്ന സമയത്ത് പണ്ട് പാലം വന്നപ്പോൾ എന്താണ്, കടത്തുകാരന്മാർക്ക് ജോലി പോകുമെന്ന് പറഞ്ഞിട്ട് പാലത്തിനെതിരെ സമരം ചെയ്ത ആൾക്കാരാണ് നമ്മൾ. കമ്പ്യൂട്ടർ വന്ന കാലത്ത് കമ്പ്യൂട്ടറിനെ തല്ലി ഓടിച്ച ആൾക്കാരാണ് നമ്മൾ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ജോലി ചെയ്തിട്ട് കമ്പ്യൂട്ടറിലാണല്ലോ. അപ്പോൾ ഏത് ഉപകരണമാണോ നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെടും എന്ന് നമ്മൾ ഭയന്നത്, ആ സാങ്കേതിക വിദ്യയാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നമ്മുടെ ശത്രുവാണ് എന്ന് പറഞ്ഞ നമ്മളാണോ ബുദ്ധിമാൻ, അതോ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകാമെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരാണോ ബുദ്ധിമാൻ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആലോചിക്കേണ്ട കാര്യം. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തവർ വൃദ്ധരാവും, ശാരീരികമായല്ല മാനസികമായി. അതിനോട് പൊരുത്തപ്പെടുന്നവർക്ക് വാർദ്ധക്യം കുറേയൊക്കെ പിടിച്ചു നിർത്താൻ സാധിക്കും. അങ്ങനെ ചെറുപ്പക്കാരനായിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനാണ് ഞാൻ. എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ട് പ്രതികരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവൻ്റെ ചില വേലകൾ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഈ ചില ആപ്ലിക്കേഷൻ ഉപയോഗങ്ങൾ നമ്മളെക്കാളും ഭംഗിയായിട്ട് അവർക്കറിയാം. കാരണം വളരെ പെട്ടെന്ന് പഠിക്കും. നമ്മൾ മോശമൊന്നുമില്ല, കുറച്ചുകൂടെ ശ്രമിച്ചാൽ പഠിച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും സാങ്കേതിക വിദ്യയെ പഴിക്കുകയോ ഈ കാലഘട്ടത്തെ പഴിക്കുകയോ, നമ്മുടെ കാലത്തൊക്കെ വളരെ ഞങ്ങളെല്ലാം ദേവന്മാരായിരുന്നു, ഇപ്പൊ എല്ലാം നശിച്ചു പോയി എന്ന് ഈ വെറുതെ പറയുകയോ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വിചാരിച്ചാൽ ഈ കാലഘട്ടം പഴയ മാവേലി നാട് പാടിയിടും കാലം, ഓണത്തിന് പാടാമെന്നല്ലാതെ യാതൊരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ജീവിക്കുന്ന കാലമാണ് മാവേലി കാലം, ഏറ്റവും നല്ല കാലം എന്ന് വിചാരിക്കണം. അത് കുറച്ച് വയസ്സാവുമ്പോൾ അങ്ങനെ വിചാരിക്കാൻ വിഷമമുണ്ട്. കാരണം കണ്ണാടി നോക്കിയ പഴയ പോലൊരു ഇമ്പമില്ല. മനസ്സിലായില്ലേ? പഴയതുപോലൊരു ഇമ്പം നമ്മുടെ മുഖത്തിനില്ലല്ലോ. അതുകൊണ്ട് കാലം മോശമാണ്. അല്ല, ഇപ്പൊ നല്ല സുന്ദരികളാക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കേട്ടോ. ഒരുപാട് ചെറുപ്പക്കാരെ സുന്ദരികളാക്കിക്കൊണ്ടിരിക്കുകയാണ് കാലം. നല്ല കാലമാണ്. നമ്മളെ കളഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമ്മളിലേക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ, അതൊരു കുഴപ്പമില്ല. അത് പോകട്ടെ. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നല്ലതിനാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നല്ലതല്ലാത്തത് സംഭവിക്കുന്നില്ല എന്നാ പറഞ്ഞതിനർത്ഥമില്ല. നല്ലതല്ലാത്തത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? മഹാത്മാഗാന്ധിജിയുടേതായിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷൻ, ഒരു വാക്യമുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ വീടിന്റെ ജാലകങ്ങൾ തുറന്നു വയ്ക്കും. ഐ വിൽ കീപ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ഓഫ് മൈ ഹൗസ് ഓപ്പൺ ആൻഡ് അലൗ ദ വിൻഡ്സ്. എല്ലാ ഭാഗത്തു നിന്നുള്ള കാറ്റ് എൻ്റെ വീട്ടിനകത്തുകൂടെ കടന്നു പോകാൻ ഞാൻ അനുവദിക്കും. പക്ഷേ എൻ്റെ ഭവനത്തെ പറത്തിക്കൊണ്ട് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ഒരു സൂക്ത വാക്യമുണ്ട്. ലോകത്തുള്ള ഏത് സ്വാധീനത്തിനും നമുക്ക് വിധേയമാകാം. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. നമ്മൾ ഇന്നലത്തെ മനുഷ്യരായി തീരാനേ പാടില്ല, നാളത്തെ മനുഷ്യരായി തന്നെ ജീവിക്കണം. പക്ഷേ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഗ്ലാമർ പോലെ, അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയും അച്ഛനെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് എന്ന് പറയുന്ന മാറ്റം നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. There are certain things which are fixed. അത് മാറ്റമില്ല. എന്നാൽ മാറേണ്ട കാര്യങ്ങൾ മാറുകയും വേണം. ഇപ്പൊ നേരെ തിരിച്ചാണ്. മാറരുതാത്തതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയും മാറേണ്ടതിനെ മാറാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ മാറ്റത്തിനോടുള്ള ബന്ധത്തിന്റെ കുഴപ്പം. അപ്പൊ മാറരുതാത്ത ചിലതുണ്ട്. ഈ മലയാള ഭാഷയെ പറ്റിയും കേരളീയതയെ പറ്റിയും ഒക്കെ പറയുമ്പോൾ മാറുന്ന ലോകത്ത് പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാറരുതാത്ത ചില അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റിയാണ് ഈ ചർച്ച. ഇന്നത്തെ കർമ്മ പദ്ധതി നിങ്ങളെ അതിലേക്ക് നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ട് മാറാതിരിക്കണം, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ മാറരുത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അടിസ്ഥാനപരമായ ചില
തിരുത്തലുകൾ ഈ സമൂഹത്തിൽ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഭാഷയോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം. നമ്മുടെ ആന്തരികമായിട്ടുള്ള സ്വത്വബോധത്തിന്, നമ്മൾ ആരാണ് എന്നുള്ള അടിസ്ഥാനപരമായ നിർവചനത്തിന് വന്നിട്ടുള്ള വൈകല്യം ഭാഷയോടുള്ള നമ്മുടെ സമീപനത്തിലുണ്ട്. ഇപ്പൊ ഹെഡ് മിസ്റ്റേഴ്സിനോട് ചോദിച്ചു, ടീച്ചറോട് ചോദിച്ചാൽ അറിയാം ഇവിടെ എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര ബാച്ച് മലയാളം മീഡിയം ഉണ്ട് എന്ന് നമ്മൾ ചോദിച്ചാൽ അറിയാം. കൂടുതൽ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കാൻ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നതിനോട് എനിക്ക് യാതൊരു വിരോധമില്ല. ഞാൻ തന്നെ 5ാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. ഞാൻ ഇംഗ്ലീഷ് എം എയാണ് എൻ്റെ വിഷയവും. BSc സുവോളജിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് MAക്ക് പോയിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ മലയാളം പഠിച്ചത്. അത് പോട്ടെ, ചിലരൊക്കെ എന്നോട് സാർ എങ്ങനെയാണ് മലയാളം പഠിച്ചത്? അത് ഞാൻ സാഹിത്യം പഠിച്ചത് കൊണ്ടാണ്. സാഹിത്യത്തിന് ഭാഷാഭേദമൊന്നുമില്ല. ഇംഗ്ലീഷ് സാഹിത്യവും പഠിച്ചു, മലയാള സാഹിത്യവും പഠിച്ചു. ഞാൻ ഇംഗ്ലീഷ് ആണ് പഠിച്ചത് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷേ അറിയാവുള്ളൂ, എനിക്ക് മലയാളം ഒന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ എനിക്ക് എന്തെങ്കിലും അഭിമാനം തോന്നിയിരുന്നുവെങ്കിൽ എന്നെ നിങ്ങളിന്ന് കണ്ടാൽ തിരിച്ചറിയുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ അയ്യപ്പ പണിക്കർ കേരള സർവകലാശാലയിലെ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. മലയാള ഭാഷയ്ക്ക് ഏറ്റവും വലിയ സംഭാവന കൊടുത്തൊരു കവിയാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടോ നിങ്ങൾ ഇംഗ്ലീഷ് മാധ്യമമായി സ്വീകരിച്ചത് കൊണ്ടോ ഒന്നും തന്നെ യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും എളുപ്പമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നത് ആ മീഡിയത്തിൽ പഠിച്ചോളൂ. ഇംഗ്ലീഷ് മീഡിയത്തിലോ സംസ്കൃത മീഡിയം ഉണ്ടെങ്കിൽ അതിലും പഠിച്ചു. എനിക്കൊരു വിരോധമില്ല, ഫ്രഞ്ച് മീഡിയത്തിൽ വേണമെങ്കിലും പഠിച്ചോളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം പല പേരൻസും ധരിച്ചിരിക്കുന്നത് പോലെ, ചില പുത്തൻ പണക്കാരായിട്ടുള്ള മധ്യവർഗ മാതാപിതാക്കൾ ധരിച്ചിരിക്കുന്നത് പോലെ, എൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ മാതാപിതാക്കളെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ചില ഇപ്പോ പുത്തൻ പണക്കാരായിട്ടുള്ള മധ്യവർഗ മാതാപിതാക്കൾ ചിലർ വിചാരിക്കുന്നത് പോലെ എൻ്റെ മക്കള് മണിമണിയായി ഇംഗ്ലീഷ് പറയുക മാത്രമല്ല മലയാളം അറിഞ്ഞുകൂടാ എന്ന് പറയുകയും കൂടി ചെയ്യുന്നതിലാണ് എൻ്റെ അഭിമാനത്തിന്റെ കൊടി പാറുന്നത് എന്ന് വിചാരിക്കുന്ന മൂഢന്മാരായിട്ടുള്ള കുറെ പേര് ഈ കേരളത്തിലുണ്ട്. മൂഢന്മാരെന്നേ പറയാൻ പറ്റും. എൻ്റെ മകൻ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിക്കുന്നൊരു തെറ്റുമില്ല. നല്ല മണിമണി പോലെ ഇംഗ്ലീഷ് പറയണം. മംഗ്ലീഷ് അല്ല പറയേണ്ടത്, ഇംഗ്ലീഷായിട്ട് തന്നെ പറയണം കേട്ടോ. ഞാൻ IAS ഒക്കെ കിട്ടി മസൂറിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞാനത് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ശങ്ക, എൻ്റെ ഇംഗ്ലീഷ് കൊള്ളാവോ? ഞാൻ ഇംഗ്ലീഷ് MA ഒക്കെ പഠിച്ചു, റാങ്കെല്ലാം കിട്ടി, നല്ല വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. എൻ്റെ ഇംഗ്ലീഷ് യവന്മാർ ഇവിടെ ഓക്സ്ഫോർഡിൽ നിന്ന് വന്നവന്മാരൊക്കെ ഉണ്ട് കേട്ടോ. IASൽ ഹാർവാർഡിൽ നിന്ന് വന്നവൻ, ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നവൻ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്ന് വന്നവൻ, ഇവരൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു ജാള്യം. ഇവരോടൊപ്പം നിൽക്കുമോ നമ്മുടെ ഇംഗ്ലീഷ്? ഞാൻ ഈ തിരുവനന്തപുരത്ത് മണ്ണന്തലയിൽ നിന്നാണല്ലോ പോയത്. അപ്പോൾ എനിക്കൊരു ചെറിയ ശങ്ക. അപ്പോൾ 3-4 ദിവസം ഞാൻ ഈ ശങ്കയുമായിട്ട് നടന്ന് ഈ ആളുകൾ ചായ കുടിക്കുന്ന സ്ഥലത്തൊക്കെ, പിള്ളേരിരിക്കുന്ന സ്ഥലത്തൊക്കെ പോയി അവന്മാരുടെ ഇംഗ്ലീഷ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളത് നമ്പർ 1 ഇംഗ്ലീഷാണല്ലോ. യവന്മാർ എത്ര പൊട്ടയാണ് ഈ പറയുന്നത്. കാരണം നമ്മുടെ മാതൃഭാഷയുടെ സ്വാധീനം നമ്മുടെ ഇംഗ്ലീഷിൽ വരും. അപ്പോൾ UPയിലുള്ള കുട്ടികൾ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ സ്കൂൾ എന്ന് ചോദിക്കണമെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ സ്കൂൾ എന്നേ ചോദിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതെങ്കിലും UPക്കാരൻ ഇംഗ്ലീഷ് പറഞ്ഞ് ശ്രദ്ധിച്ചാൽ ഇനി അയാൾ എത്ര മഹാപണ്ഡിതനാണെങ്കിലും ശരി, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ സ്കൂൾ, മനസ്സിലായില്ലേ? ഈ സ്കൂൾ എന്നുള്ളത് അവരുടെ അംഗീകൃതമായിട്ടുള്ള പ്രയോഗമാണ്. എസിൻ്റെ ഇപ്പുറത്തൊരു ഈ വന്ന് ചേർന്ന് പോകും. അവൻ്റെ ഹിന്ദിയിൽ വല്ല പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുപോലെ തന്നെ ബംഗാളി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളി നമ്മളോട് സംസാരിച്ചാൽ അതിനകത്ത് V ശബ്ദം ഉണ്ടാവില്ല, BA ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ പറയുന്ന രവീന്ദ്രനാഥ് ടാഗോർ റോബീന്ദ്രനാഥ ഠക്കൂറാണ് കേട്ടോ. അപ്പോൾ ഇവന്മാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. കാക്കോഫോണിയാണ്. ഇന്ത്യയിലുള്ള ഓരോരുത്തരും സംസാരിക്കുന്ന ഓരോ തരത്തിലുള്ള ഇംഗ്ലീഷാണ് കേട്ടോ. എല്ലാം ഇംഗ്ലീഷാണെന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് അതിനടുത്തടുത്ത് ശ്വാസം മുട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാതൃഭാഷയെ കൊണ്ട് നമ്മൾ ഇത്തിരി മാസ്ക് കെട്ടിക്കൊടുക്കും, കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം സായിപ്പ് പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷ് പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇംഗ്ലീഷ് ആയിരിക്കണം എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കരുതെന്നല്ല, ഉച്ചാരണം പരമാവധി ശ്രദ്ധിക്കുകയും നല്ല ഇംഗ്ലീഷ് പറയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ റഹിമാസ് എന്നാണ് സിസ്റ്ററിൻ്റെ പേര്, എനിക്ക് തന്ന ഉപദേശം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇപ്പോൾ 73 വയസ്സായിട്ട് ഞാൻ മറക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സിസ്റ്റർ എന്നോട് പറഞ്ഞത് എല്ലാ ദിവസവും ആകാശവാണിയുടെ ന്യൂസ് കേൾക്കണം കേട്ടോ. 9 മണിക്കുള്ള ന്യൂസ് കേൾക്കണം. എന്നിട്ട് അവർ ഇംഗ്ലീഷ് പറയുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ഞാൻ അന്നും ഇന്നും അത് വളരെ കൃത്യമായിട്ട് പിന്തുടരുകയും ഹിന്ദു പേപ്പർ വായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷൊക്കെ ഗംഭീരമാണെന്നല്ല. ശശി തരൂർ ഇംഗ്ലീഷ് പഠിച്ചത് എങ്ങനെയാണ്? അയാൾ ഡൽഹി പഠിച്ചു. അയാൾ പിന്നീട് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോയി 10-40 വർഷം അവിടെ ജീവിച്ചതുകൊണ്ടാണ് അയാളുടെ ഇംഗ്ലീഷ് ഇങ്ങനെ ആയത് കേട്ടോ. പിന്നെ എഫർട്ട് ഉണ്ടാവണം. പുതിയ വാക്ക് പഠിക്കുമ്പോൾ അപ്പോൾ ഡിക്ഷണറി നോക്കിക്കോണം. അതുപോട്ടെ, ഞാനിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയുകയല്ല. ഏറ്റവും നല്ല ഇംഗ്ലീഷ് പഠിക്കണം. അല്ലാതെ എൻ്റെ ഇംഗ്ലീഷ് മോശമാണ്, ഞങ്ങൾ മലയാളികൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നുള്ള അപകർഷ ബോധം വേണ്ട.
ട്രൈ ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് എവറി ഡേ. ഞാൻ മലയാളത്തെ പറ്റി പ്രസംഗിക്കാനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇംഗ്ലീഷിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് നന്നാവണം. നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം പഠനത്തോടാണ് കേരളത്തിൽ വലിയ പ്രിയം. പക്ഷെ ഇതെല്ലാം പ്രിയമെല്ലാം കഴിഞ്ഞ് MA കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ഒരു ചെക്കനോടോ കൊച്ചിനോടോ നമ്മളൊരു ഇംഗ്ലീഷ് ചോദ്യം ചോദിച്ചാൽ പറയുന്നത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. അതെന്താ? കോൺവെർസേഷനിൽ ഇംഗ്ലീഷ് അവർക്ക് വശമില്ല. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവും, ചിലപ്പോൾ എഴുതാനും പറ്റും, ആഖ്യാതമൊക്കെ ചേർത്ത് എഴുതാൻ പറ്റും. പക്ഷേ വാട്ട് ഡു യു ഡു ദീസ് ഡേയ്സ്? സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം എന്ന് പറയുന്ന ഇത്രയും പേര് എനിക്കറിയാം. തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല, പക്ഷേ ഇറ്റ് ഈസ് ക്ലംസി ഇംഗ്ലീഷാണ്. അങ്ങനെ ഏതെങ്കിലും സായിപ്പ് പറയുന്നുണ്ടോ നമ്മൾ നോക്കിക്കോണം എവിടെയെങ്കിലും. സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം എന്നുള്ളത്, സിംപ്ലി എന്നുള്ള വാക്ക് തന്നെ മലയാളത്തിൻ്റെ വെറുതെ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ സിംപ്ലി എന്നൊരു പ്രയോഗം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ്റെ ലിംഗ്വിസ്റ്റിക് സ്കില്ലിനകത്ത് 100 മാർക്കിൽ 10 ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അവന് 0 ഇട്ട് വെച്ചിരിക്കും. ഇൻ്റർവ്യൂവിലിരിക്കുമ്പോഴാണ് കേട്ടോ. ഇവൻ മംഗ്ലീഷുകാരനാണ്. ദയവ് ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഇംഗ്ലീഷായിട്ട് പഠിക്കണം, എങ്കിലും അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതിന് നിങ്ങൾ ന്യൂസ് കേൾക്കണം, TV ന്യൂസ് കേൾക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ലിസൺ ടു ദി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്. അതിൻ്റെ ആക്സെന്റ് ശ്രദ്ധിക്കണം, എല്ലാവരുടെ അല്ല, ആ ന്യൂസ് റീഡറുടെ. ഈ സ്ട്രിങ്ങേഴ്സ് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ജോഷി ഫ്രം ജാർഖണ്ഡ് എന്നൊക്കെ പറയും, അതൊന്നും കേൾക്കരുത്, അവൻ്റെ ഒന്നും ഇംഗ്ലീഷ് കൊള്ളത്തില്ല. ഈ ആക്ച്വൽ ന്യൂസ് റീഡറുടെ ഇംഗ്ലീഷ് കറക്റ്റാണ് ഇപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോയിൽ. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് നന്നാക്കിയാൽ മാത്രമേ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതിൻ്റെ വല്ല പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ സിംപ്ലി സിറ്റിംഗ് അറ്റ് ഹോം ഇംഗ്ലീഷ് ആയി പോകും. അതുകൊണ്ട് അതൊരു ഭാഗത്തൂടെ നടക്കട്ടെ. അതിനർത്ഥം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പുത്തൻ പണക്കാരായിട്ടുള്ള മധ്യവർഗ മൂഢ മാതാപിതാക്കൾ ചെയ്യുന്നത് പോലെ എൻ്റെ മോൻ ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കരുത്, എഴുതുകയോ വായിക്കുകയോ പറയുകയോ ചെയ്യരുത്. ഈ 3 കുരങ്ങന്മാരുടേതുപോലെ ഐ ഷാൽ നോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നോട്ട് മലയാളം, നോ മലയാളം ഹിയറിംഗ് എന്ന് പറയുന്ന, മലയാളം കേൾക്കുകയോ പറയുകയോ അരുത് എന്ന് പറയുന്ന ആ മൂഢമായിട്ടുള്ള ആശയത്തെ പറ്റിയാണ് എനിക്ക് ഇത്തിരി പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. അത് ഏറ്റവും നല്ല ഇംഗ്ലീഷുമായിരിക്കണം. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ സാധിക്കുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കണം. കണ്ണാടിയിൽ നോക്കി സംസാരിച്ചാലും തിരക്കേടൊന്നുമില്ല കേട്ടോ, അതൊക്കെ ചെയ്തോ. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഭാഷ, നമ്മുടെ മാതൃഭാഷ, അമ്മയുടെ ഭാഷ, ഭാഷ, മാതൃഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതം മനസ്സിലാവണില്ലെങ്കിൽ നമ്മൾ അമ്മ എന്ന് വിളിക്കുന്ന ഒരു ഭാഷ നമുക്കുണ്ട്. ആ ഭാഷ അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ യാതൊരു അഭിമാനവുമില്ല എന്ന് മാത്രമല്ല, അപമാനമുണ്ട് താനും. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു കാര്യം പറയാം. ഞാൻ പലയിടത്തും ഈ യൂട്യൂബ് കിടക്കുന്നത് കൊണ്ടേ ഒരിടത്ത് പറയുന്ന കാര്യം വേറൊരിടത്ത് പറഞ്ഞാൽ ഇയാൾക്ക് വേറൊന്നും പറയാനില്ലല്ലോ എന്ന് ആളുകൾ പറയും. ഇത് തന്നെ ആ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞല്ലോ എന്നൊരു വലിയ ദോഷമുണ്ട് യൂട്യൂബിന്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ഫ്രഞ്ചുകാരനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ ലാ മിസറാബിലെ ഇവിടെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ട് നാലപ്പാടൻ്റെ പരിഭാഷ വന്നിട്ട് 100-ാം വർഷമാണ്. അത് മാതൃഭൂമിയും പലരുമൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ഫ്രഞ്ചുകാരനോട് നമ്മൾ ചോദിക്കുകയാണ് എന്നിരിക്കട്ടെ, സാങ്കല്പിക സംഭാഷണമാണ് കേട്ടോ. നിങ്ങളൊരു ഫ്രഞ്ചുകാരനെ പരിചയപ്പെടുന്നു, അയാളോട് നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ നാട്ടിലെ വലിയ റൈറ്റർ ഞങ്ങൾക്കറിയാം, വിക്ടർ ഹ്യൂഗോ അറിയാമോ? അപ്പോൾ ഈ ഫ്രഞ്ചുകാരൻ പറയാണ്, വിക്ടർ ഹ്യൂഗോ ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞുകൂടാ, അവൻ ഈ അമ്മമാരൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഓഹോ, എന്നാൽ പിന്നെ കുറച്ചുകൂടെ പുതിയ ആൾ ആൽബർ ക്യാമുവിനെ അറിയാമോ? അറിയാമോ. ഫ്രഞ്ചിൽ എഴുതിയിട്ടുള്ള വേറെ 3-4 പേരെ നമ്മൾ ചോദിക്കുകയാണ്, ബോദലെയറിനെ അറിയാമോ, മറ്റേ കവി അറിയാമോ? അപ്പോൾ നമ്മൾ ചോദിച്ച ഒരു ഫ്രഞ്ച് എഴുത്തുകാരനെയും ഇവൻ അറിഞ്ഞുകൂടാ. അയാൾ പറഞ്ഞ ഇവരൊക്കെ ആരാണ്, എനിക്ക് ഇവരൊന്നും അറിയാൻ വയ്യ. നമുക്ക് മലയാളികൾ ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഈ ഫ്രഞ്ചുകാരനെ പറ്റി നമ്മൾ എന്ത് പറയും? തങ്ങളിൽ ബെസ്റ്റ് ഫ്രഞ്ചുകാരൻ, ഇവനൊരു ചുക്കും അറിഞ്ഞൂടാ കേട്ടോ. ഒരു ഇംഗ്ലീഷുകാരനോട് നമ്മൾ ചോദിക്കുകയാണ്, ഷേക്സ്പിയർ എന്നൊക്കെ നിങ്ങളുടെ നാട്ടിലെ വലിയ കവി ഷേക്സ്പിയർ, ഹൂ ഇസ് ദാറ്റ്, ഐ ഡോണ്ട് നോ എന്നൊരു ഇംഗ്ലീഷുകാരനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു നിന്നിട്ട് പറയും, ഇവനാണ് മാതൃക ഇംഗ്ലീഷുകാരൻ, അവനൊരു ചുക്ക് പറഞ്ഞൂടാ, പരമണ്ടൻ എന്ന് പറയുമല്ലോ മലയാളി, യാതൊരു സംശയവുമില്ല. എന്ന് പറയുന്നത് പോലെ ഒരു മലയാളിയോട് ഒരു വിദേശി വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഹാവ് യു റെഡ് എഴുത്തച്ഛൻ? മമ്മി ഈ ഏതൊരു അച്ഛനെ പറ്റി ചോദിക്കുന്നത്, എനിക്ക് അച്ഛനെ, പള്ളിയിലെ അച്ഛനെ അല്ലാതെ എനിക്കൊരാരെയും അറിഞ്ഞൂടാ. എന്നാൽ CV രാമൻപിള്ളയെ കേട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, ഇത്തരത്തിലുള്ള ആരും എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളം സംസാരിക്കാൻ അതും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന എന്താണ്? വിക്ടർ ഹ്യൂഗോ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഫ്രഞ്ചുകാരനെ പറ്റിയും ഷേക്സ്പിയറുടെ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഇംഗ്ലീഷുകാരനെ പറ്റിയും നമ്മൾ പ്രശംസിച്ചല്ലോ. ഇവനൊരു ഭൂലോക മണ്ടൻ ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, വാട്ട് കൈൻഡ് ഓഫ് എ മലയാളി ഈസ് ദിസ് എന്ന് മറ്റേയാൾ നമ്മളെപ്പറ്റി ചോദിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ ഭാഷയാണ് എന്നർത്ഥം. നമ്മൾ ഫ്രഞ്ചുകാരൻ എന്നാണ് പറയുന്നത്, കേരളീയൻ എന്നല്ല നമ്മൾ പറയുന്നത്, മലയാളി എന്നാണ് പറയുന്നത്.
ഒരു ഭാഷയാൽ നിർവചിക്കപ്പെട്ട ജനവിഭാഗമാണ് നമ്മൾ. ആ ഭാഷയിൽ കുടികൊള്ളുന്ന സാഹിത്യം മാത്രമല്ല, ആ ഭാഷയിലൂടെ നമ്മളിലേക്ക് കൈവരുന്നത് നമ്മുടെ പൂർവ്വപിതാക്കൾ, നമുക്ക് മുമ്പ് പോയ തലമുറകൾ പകർന്നു തന്ന അറിവും അനുഭവവും അനുഭൂതിയുമാണ്. സാഹിത്യത്തിലൂടെയും ഭാഷാ പ്രയോഗങ്ങളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയും ഒക്കെ വ്യവഹാര ഭാഷയിലൂടെയും ഒക്കെ നമ്മൾ എടുത്ത് പെരുമാറുന്നത് നമ്മളുണ്ടാക്കിയ ഭാഷയല്ല, പിന്നെയോ നൂറ്റാണ്ടുകളായി നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കന്മാർ നമുക്ക് വേണ്ടി ഓരോ തലമുറയും സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഭാഷയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ഭാഷയിൽ നമ്മുടെ ഭൂതകാലം ജീവിക്കുന്നുണ്ട്, നമ്മുടെ വർത്തമാനകാലം ജീവിക്കുന്നുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഈ ഭാഷ എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഇംഗ്ലീഷ് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മളാവേണ്ട കാര്യമില്ല, എനിക്ക് ഒരുത്തനെ അനുകരിച്ചാൽ മതി എന്ന് പറയുന്നതിന് തുല്യമാണ്. മാത്രവുമല്ല, ഈ മലയാളം എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ, അവർക്ക് നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് അവരറിയുന്നില്ല. ക്രിസ്തു കുരിശിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ, ഫാദർ ഫോർഗീവ് ദം, ദേ നോ നോട്ട് വാട്ട് ദേ ഡു, ഇവർ ചെയ്യുന്നത് എന്ത് എന്നിവരറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ ഭാഷയിൽ നിന്ന് മക്കളെ ബോധപൂർവം അകറ്റിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വ്യാജമായ ആഢ്യതയുടെ തടവുകാരായി കിടക്കുന്ന ഈ രക്ഷിതാക്കൾ അവരുടെ മക്കളോട് എന്താണ് ചെയ്യുന്നത് എന്നവരറിയുന്നില്ല. ഇന്ന് അമേരിക്കയിൽ ജീവിക്കുന്ന കുട്ടികൾ, യൂറോപ്പിൽ ജീവിക്കുന്ന മലയാളികളുടെ 2ാം തലമുറയും 3ാം തലമുറയും മലയാളം മിഷൻ ഇന്ന് നൽകുന്ന മലയാള പാഠങ്ങളെ ദാഹിക്കുന്നവൻ എങ്ങനെയാണോ ജലം കുടിക്കുന്നത്, അതുപോലെ ആവേശത്തോടു കൂടി ഈ മലയാള ഭാഷാ പഠനത്തിലേക്ക് അവരുടെ മക്കളെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഇനി അമേരിക്കയിൽ 100 വർഷം ജീവിച്ചാലും യു നെവർ ബിക്കം എൻ അമേരിക്കൻ. നിങ്ങൾക്ക് സാധ്യമല്ല. അവിടെ 1ാം തലമുറയിൽപ്പെട്ട ആളുകൾ ദേ റിഗ്രറ്റ്, ഞങ്ങളുടെ 2ാം തലമുറയിൽപ്പെട്ട കുട്ടികളെ മലയാളം പഠിപ്പിക്കാത്തത് കഷ്ടമായി പോയി. ഇപ്പൊ അതിലും ചെറിയ കുട്ടികളെയാണ് ഇപ്പൊ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ലോകത്ത് ഓരോ ഭാഷക്കാരും അവരുടെ ഭാഷയെപ്പറ്റി അഭിമാനിക്കുമ്പോൾ, അവരുടെ ഭാഷയെപ്പറ്റി രോമാഞ്ചം കൊള്ളുമ്പോൾ, അവരുടെ എഴുത്തുകാരെ പ്രകീർത്തിക്കുമ്പോൾ, ഇവിടെ നമ്മുടെ ഭാഷയും മറന്ന്, ഭാഷയിലെ സാഹിത്യവും മറന്ന്, ഇവിടുത്തെ എഴുത്തുകാരെയും മറന്ന്, ഞങ്ങൾക്കിങ്ങനെ ഒരു ഭൂതകാലമേ ഇല്ല, വേരില്ലാത്ത ചെടികളായി ഞങ്ങളിങ്ങനെ പാറി നടക്കുന്നു, ഞങ്ങൾക്ക് വേരുകളില്ല എന്ന് പറയത്തക്ക ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് എന്താണ്? തെറ്റായ ഒരു മനോഭാവം മാത്രം. നിങ്ങളിനി എത്ര ഇംഗ്ലീഷ് പഠിച്ചാലും നിങ്ങൾ ഇംഗ്ലീഷുകാരാവില്ല, നമ്മളാരും ആവില്ല. ഇംഗ്ലീഷ് ഫോർ us ഈസ് എ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മുടെ പ്രൈമറി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ. ആ ഭാഷയിലൂടെയാണ് എം.ടി. വാസുദേവൻ നായർ ഒരു മലയാള ഭാഷാ പ്രതിജ്ഞയിൽ എഴുതി കൊടുത്തതുപോലെ, മലയാളമാണ് എൻ്റെ ഭാഷ, ആ ഭാഷയിലാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഭാഷയാണ് എൻ്റെ ആകാശം, ആ ഭാഷയാണ് എൻ്റെ കുളിർജലം, നമ്മൾ കുടിക്കുന്ന ജലം എല്ലാം ഈ ഭാഷയാണ്. എന്ന് വെച്ചാൽ നമ്മളെ നർച്ചർ ചെയ്യുന്നത്, നമ്മളെ വളർത്തുന്നത്, നമ്മളെ പുലർത്തുന്നത് ഈ ഭാഷയാണ്. ആ ഭാഷയിൽ നിന്ന് വേരറ്റു പോയാലോ, ഒരു ചെടി എങ്ങനെയാണോ വേരില്ലാതെ വെളിച്ചമില്ലാതെ അങ്ങനെ വിൽറ്റഡായിട്ട് ഇങ്ങനെ തളർന്നു പോകുന്നത്, അതുപോലെ സാംസ്കാരികമായി തളരുന്ന ഒരു തലമുറയാകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഹെറ്ററോജീനസ് ഓഡിയൻസ് ഇസ് എ ത്രെറ്റ് ടു ദ സ്പീക്കർ എന്നുള്ളതിൻ്റെ മാതൃകാ പാഠമാണ് ഇന്നിപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മലയാള സർവകലാശാല സ്ഥാപിക്കാനായിട്ട് എന്നെ നിയോഗിച്ചപ്പോൾ 35 വർഷത്തെ IAS സേവനം കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റന്നാണ് ഞാൻ ഈ തുഞ്ചൻപറമ്പിൽ വന്നിട്ട് അതിന് തറക്കല്ലിടുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി പൊൻചാണ്ടിയും ഒരുപാട് മന്ത്രിമാരും ഒരുപാട് എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കളും എല്ലാം സംഘടിച്ച വലിയ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും പോയി. നമ്മൾ പിന്നെ സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് യൂണിവേഴ്സിറ്റിയൊക്കെ സ്ഥാപിച്ചു. അതുപോട്ടെ. അപ്പോൾ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥനായിരുന്ന ഞാൻ നിയുക്തനായപ്പോൾ എഴുത്തുകാർക്ക് കുറച്ച് അങ്കലാപ്പുണ്ടായി. ഇയാൾക്ക് ഇവിടെ എന്താ കാര്യം, അതുപോട്ടെ അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്യും. എഴുത്തുകാർക്കുണ്ടായ അന്താളിപ്പൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു. കാരണം അവരെ തൃപ്തരാക്കാനുള്ള സാഹിത്യബോധമൊക്കെ എനിക്കുണ്ടെന്ന് എനിക്കും അറിയാം. അതല്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ, IASകാരുടെ കൂട്ടത്തിലുള്ളവർ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് എനിക്ക് മറക്കാൻ ബുദ്ധിമുട്ട്. ഇവർ ചോദിച്ചത് എന്താണ്? താനൊരു ബുദ്ധിമാനാണെന്നാണ് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത്. ഐ തോട്ട് യു ആർ എൻ ഇന്റലിജന്റ് പേഴ്സൺ. പിന്നെ ഇപ്പം എന്തോ പറ്റി, തനിക്കിപ്പോൾ സംശയം തോന്നുന്നത് എന്താ കാര്യം? അല്ല, മലയാളത്തിനൊരു യൂണിവേഴ്സിറ്റിയോ, വാട്ട് എ ജോക്ക്, എന്തൊരു ഫലിതമാണ്. മലയാളത്തിന് എന്താണ് ഒരു യൂണിവേഴ്സിറ്റിക്ക് എന്താ സ്കോപ്പ്? അപ്പം ഞാൻ അവരോട് മറുപടി ഒന്നും പറയാൻ പോയില്ല. കാരണം മൂഢന്മാരോട് സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് ഞാൻ അവന്മാരോടൊന്നും സംസാരിച്ചില്ല. പലരും ധരിച്ചിരുന്നതും കേരളത്തിൽ ഇപ്പോഴും ചിലർ ധരിച്ചിട്ടുള്ളതുമായ ഒരു സംഗതി, മലയാളം MA പഠിപ്പിക്കാനായിട്ട് ഇതാ ഒരു മണ്ടൻ അവിടെ പോയി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിരിക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ കോളേജിലും മലയാളം MA ഉണ്ട്. ഇവിടുത്തെ 13 യൂണിവേഴ്സിറ്റിയിലും മലയാളം MA ഉണ്ട്. പിന്നെ മലയാള യൂണിവേഴ്സിറ്റി എന്തിനാണ് മലയാള MA പഠിപ്പിക്കാൻ? അപ്പോൾ ആളുകളുടെ വിചാരം മലയാള സർവകലാശാല എന്നുള്ള പേരിൽ ഒരു സർവകലാശാല ആരംഭിച്ചാൽ അവിടെ ആകെ പഠിപ്പിക്കാൻ സാധിക്കുന്ന വിഷയം മലയാളം. വേറെ ഒന്നും ഈ ശീലാവധി മലയാളത്തിനെ കൊണ്ട് സാധിക്കുകയില്ലല്ലോ എന്ന മുൻവിധിയിൽ നിന്നാണ് ഈ ചോദ്യം. എന്നാൽ എന്തിനാണ് മലയാളത്തിനൊരു സർവകലാശാല? ഇപ്പോഴത്തെ ദേശീയ
വിദ്യാഭ്യാസ പദ്ധതി പറയുന്നത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസവും മെഡിക്കൽ വിദ്യാഭ്യാസവും എല്ലാം മാതൃഭാഷയിലാകണം എന്നാണ്. പല വൈരുദ്ധ്യങ്ങളുണ്ട്, അത് പോകട്ടെ. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത്. ഇവിടെ റഷ്യയിൽ പോയിട്ട് MBBS പഠിക്കുന്ന കുട്ടികൾ ഏത് ഭാഷയിലാണ് പഠിക്കുന്നത്? പലപ്പോഴും റഷ്യയിലാണ്. ഫ്രാൻസിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങൾ വരെ, അന്താരാഷ്ട്ര നിലവാരമുള്ള സ്ഥാപനങ്ങൾ വരെ, സകല യൂണിവേഴ്സിറ്റികളിലും ഏതാണ് ഭാഷ? ഫ്രഞ്ച് ഭാഷ മാത്രം. ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അഡ്മിഷൻ കിട്ടും, നിങ്ങൾക്ക് ജർമ്മൻ അറിയാമെങ്കിൽ. ജർമ്മൻ ഭാഷയിൽ മാത്രമേ ജർമ്മനിയിൽ ഉന്നത വിദ്യാഭ്യാസം നടക്കുന്നുള്ളൂ. ജപ്പാനിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ജാപ്പനീസ് മാത്രം. ലോകത്ത് ഇത്രയേറെ രാജ്യങ്ങളിൽ അവരുടെ മാതൃഭാഷയിൽ വൈദ്യശാസ്ത്രവും എഞ്ചിനീയറിംഗും നാനോ സയൻസും സ്പേസ് സയൻസും ലോകത്തുള്ള എല്ലാ ശാസ്ത്രവും കമ്പ്യൂട്ടർ സയൻസും എല്ലാം പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് ഈ ഫ്രാൻസും ഈ ജപ്പാനും ഈ ജർമ്മനിയും ഈ ഫിൻലൻഡും എല്ലാം നമ്മളോട് പറഞ്ഞിട്ടും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അയ്യോ, അതൊന്നും മലയാളത്തിൽ പഠിപ്പിക്കാൻ സാധ്യമല്ല. വലിയ വലിയ വിഷയങ്ങളൊക്കെ ഇംഗ്ലീഷിൽ മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് മലയാള സർവകലാശാല സ്ഥാപിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവർക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം, ലോകത്തിലെ ഏത് വിഷയവും ഈ മാതൃഭാഷയിൽ മലയാളത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കും എന്നാണ് മലയാള സർവകലാശാല എന്ന് വിളംബരം ചെയ്യാനാണ് മലയാള സർവകലാശാല സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 10 വിഷയങ്ങൾ 12 വിഷയങ്ങളിൽ അവിടെ സോഷ്യോളജി ആകട്ടെ, എൻവയോൺമെന്റൽ സയൻസ് ആകട്ടെ തുടങ്ങി 10ഓളം വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനവും PhDയും മലയാളത്തിൽ മാത്രം അവിടെ നടക്കും. വൈജ്ഞാനിക മേഖലയിലെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ മലയാള ഭാഷയ്ക്ക് കഴിവുണ്ട് എന്ന് പ്രഖ്യാപിക്കലാണ് ആ സർവകലാശാലയുടെ ലക്ഷ്യം. അഥവാ മലയാളിയുടെ സ്വത്വബോധത്തിന്റെ വിളംബരമാണ് ഒരു സർവകലാശാല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മലയാളി മറക്കുന്ന മലയാളത്തെ, ഈ മലയാളം അത്ര മോശമല്ല എന്നും ലോകത്തിലെ ഏതൊരു ഭാഷയോടും സമശീർഷമായി നിൽക്കാൻ സാധിക്കുന്ന ഉൾക്കരുത്തുള്ള ഭാഷയാണ് മലയാളമെന്നും വിളംബരം ചെയ്യലാണ് ആ സർവകലാശാലയുടെ ലക്ഷ്യം. സർവകലാശാലയ്ക്ക് ഞാൻ പോകുന്നതിന് ശേഷം അത് സംഭവിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതാണ് സർവകലാശാലയുടെ ലക്ഷ്യം. ഇവിടുത്തെ മലയാളിയുടെ ഒരു ജാഡ്യമുണ്ട്. ഈ പറഞ്ഞ പോലെ മലയാളം എന്ന് പറഞ്ഞാൽ MA മലയാളം പഠിപ്പിക്കാം. അല്ല സുഹൃത്തെ, ഏത് ഭാഷയും പഠിപ്പിക്കാം, പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴേ ഇംഗ്ലീഷ് പഠിക്കരുതെന്നല്ല, ഞാൻ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കണം നിങ്ങൾ ആദ്യം പറഞ്ഞത്. ഇംഗ്ലീഷ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മലയാളം പഠിക്കാൻ പാടില്ല എന്ന് മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏതാണ്ട് 400-500 സർവകലാശാലകൾ ഉള്ളതിൽ നിന്ന് ഒരു സർവകലാശാലയിൽ നിന്ന് പോലും ഉന്നതമായ ഗവേഷണം നടത്തി ഒരു നോബൽ സമ്മാനത്തിന് വേണ്ടി ഈ സർവകലാശാലകളിലെ ഒരു ശാസ്ത്രജ്ഞനെയും ഇതുവരെ ആരും നോമിനേറ്റ് ചെയ്യാത്ത കാര്യം എന്താണ്? എന്താ കാര്യം? ഓരോ നോബൽ സമ്മാനം വരുമ്പോൾ നിങ്ങൾ ഓരോ വർഷവും നോക്കിക്കോണം, ആർക്കായി സമ്മാനം കിട്ടുന്നത്? ഏതെങ്കിലും അമേരിക്കയിലോ അല്ലെങ്കിൽ ഡെൻമാർക്കിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഫ്രാൻസിലോ ജപ്പാനിലോ എവിടെയുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു സർവകലാശാലയിലെ അധ്യാപകർക്കാണ് മിക്കവാറും നോബൽ സമ്മാനങ്ങൾ കിട്ടുന്നത്. കാരണം എന്താണ്? അവരുടെ ഗവേഷണം അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ വെട്ടിത്തുറക്കാനും മാനവരാശിയുടെ അറിവിന് പുതിയ അതിരുകൾ തീർക്കാനും ഉള്ള ഫ്രോണ്ടിയർ റിസർച്ചാണ് അവിടെ നടക്കുന്നത്. ഇതുവരെ നടന്ന ഗവേഷണ മേഖലയെ പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഗവേഷണമാണ്. എന്നാൽ നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണം എന്താണ്? ആരോ പറഞ്ഞു വെച്ചതിനെ പിന്നെയും വേറെ രീതിയിൽ പറഞ്ഞു വെച്ചാൽ ഗവേഷണമായി PhD ആയി, ഞാൻ ഡോക്ടറായി, നിങ്ങൾ പേഷ്യന്റുമായി. അതാണ് അങ്ങനെയുള്ള ഗവേഷണമാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഗവേഷണം ഇവിടെ നടക്കുന്നു? ഈ ഇൻഫീരിയർ ക്വാളിറ്റി ഗവേഷണം എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ, അവനവന്റെ മാതൃഭാഷയിൽ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കഴിവില്ലായ്മയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരാധീനത. ഇവിടെ അധ്യാപകരിരിക്കുന്ന വേദിയിൽ ഞാൻ പറയുന്നു, വിദ്യാഭ്യാസം എന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികളെ സജ്ജരാക്കുക എന്ന വലിയ തന്ത്രമാണ് എന്ന് ധരിച്ചു പോയ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അധ്യാപകരുടെ കുറ്റമല്ല, അതാണ് ചെയ്യേണ്ടതെന്ന് അവർ നിർബന്ധിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വിധികർത്താക്കൾ. അവരാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയത്. A+ വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന മാനേജ്മെന്റും എന്റെ കുട്ടിക്ക് A+ എങ്ങനെയെങ്കിലും വാങ്ങിത്തരണമേ ടീച്ചറെ എന്ന് പറയുന്ന രക്ഷിതാക്കളും കൂടെ ചേർന്ന് അധ്യാപകരെ കൊണ്ട് പരീക്ഷ എഴുതുന്ന യന്ത്രങ്ങളായി, യന്ത്രപ്പാവകളാക്കി വിദ്യാർത്ഥികളെ മാറ്റുന്നതാണ് നല്ല വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള സ്കൂളാണ് നല്ല സ്കൂളും എന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ വിധിക്കുന്ന ഒരു ദൂഷിതമായിട്ടുള്ള ബൗദ്ധികമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു വാക്യമുണ്ട്, എല്ലാ പ്രസംഗത്തിലും ഞാൻ അടിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് അബൌട്ട് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ബട്ട് അബൌട്ട് ക്വസ്റ്റ്യനിങ് ദി ആൻസേഴ്സ്. ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതലല്ല, നിലനിൽക്കുന്ന ഉത്തരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ധിഷണാശേഷിയാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അത്തരത്തിൽ നിലനിൽക്കുന്ന ആശയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിട്ട്
പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുമ്പോഴാണ് പുതിയ പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകുന്നത്, ബൗദ്ധിക മേഖലയിൽ പുതിയ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ സാധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ മാതൃഭാഷയിൽ പഠിക്കാത്തത് കൊണ്ട്, കടം വാങ്ങിയ ഒരു ഭാഷയിൽ പഠിക്കുന്ന ആശയങ്ങൾ കൊണ്ട്, പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനും മൗലികമായി ചിന്തിക്കാനും വിമർശനാത്മകമായി സമീപിക്കാനുമുള്ള അവരുടെ കഴിവുകൾ നഷ്ടപ്പെടും. കാരണം പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ള ഇംഗ്ലീഷാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾ. അതല്ലാതെ ആ വിഷയത്തിൽ ആമഗ്നനായിക്കൊണ്ട് അതിൽ താല്പര്യമെടുത്തുകൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് ഈ ലോകത്തിന് ഗുണമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോരോ വിഷയങ്ങളെയും ആഴത്തിൽ അറിയാനുള്ള പരിശീലനം നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകണമെങ്കിൽ, അവനവൻ്റെ ഭാഷയിലൂടെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കുട്ടികളെ സജ്ജരാക്കണം. അറിവിൻ്റെ ആഴങ്ങളിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുപോകലാണ് അവൻ്റെ ഉന്നതിയിലേക്കുള്ള അവൻ്റെ വളർച്ച എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം. അതിന് മലയാളി ആര്, മലയാളം എന്ത്, ഈ ഭാഷയുടെ കഴിവും സൗന്ദര്യവും എന്ത് എന്ന് തിരിച്ചറിയുന്ന ഒരു വിദ്യാഭ്യാസം ഉണ്ടാകണം. അതിനെതിരെ നിലനിൽക്കുന്ന മനോഭാവങ്ങളെയും മൂഢവിശ്വാസങ്ങളെയും പ്രതിരോധിക്കാനും വിമർശിക്കാനും ഉച്ചാടനം ചെയ്യാനുമുള്ള ഒരു നവോത്ഥാനമായിരിക്കട്ടെ നിങ്ങളുടെ ഭാഷാപരമായിട്ടുള്ള പുതിയ പദ്ധതി എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവിടെയാണ് ആവശ്യം. മനസ്സിലാണ് ആദ്യം എല്ലാം ഉണ്ടാകേണ്ടത്. ഇംഗ്ലീഷ് പഠിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മലയാളത്തിൻ്റെ സ്നേഹികളായി മാറുന്നില്ല. മലയാളത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നർത്ഥമില്ല. ഏറ്റവും നല്ല ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് തന്നെ മലയാളത്തിൽ നിന്ന് അകലാതിരിക്കാനും മലയാളത്തിലൂടെ പുതിയ വിജ്ഞാനം ആർജിക്കാനുമുള്ള ഇച്ഛാശക്തി നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി മലയാളിയാണ് എന്നുള്ളതിൽ അഭിമാനബോധം ഉണ്ടാക്കി കൊടുക്കുക. സാഹിത്യവും കലയും കവിതയും ഒക്കെ നേരം കൊല്ലികളാണ് എന്ന് ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബുദ്ധിവൈഭവത്തെ ചോദ്യം ചെയ്യാനും കൂടെ നമ്മളെ കുട്ടികൾക്ക് സാധിക്കട്ടെ. ഞാനൊക്കെ ഇപ്പോഴും ഒരു ഉദ്ധരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിച്ച പാഠഭാഗങ്ങൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സാഹിത്യം അവർക്കൊരു ഭാരമാണ്. CBSE സ്കൂളുകളിലൊക്കെ മലയാളം പഠിപ്പിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞാൽ എന്താ പഠിപ്പിക്കുന്നത്? 10ാം ക്ലാസ്സിലെ കുട്ടിയെ കേരള പാഠാവലി 3ാം പാഠം പഠിപ്പിക്കും. 3ാം പാഠം കേരള പാഠാവലി 3ാം പാഠം എടുത്തുകൊണ്ട് CBSE സ്കൂളിലെ 10ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കും. അടിച്ചതിന് വേണ്ടി കരഞ്ഞു എന്ന് പറയുന്ന പോലെ നിങ്ങൾ പറഞ്ഞില്ലേ മലയാളം പഠിപ്പിക്കുക. ഞാൻ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു ഉപചാരം ചെയ്യുന്നത് പോലെ, നമുക്ക് എന്തോ ഒരു ഔദാര്യം ചെയ്യുന്നത് പോലെയാണ് മലയാളം പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്കൂളുകളുടെ ഈ ഇഡിയസി, ഈ ബൗദ്ധികമായിട്ടുള്ള ഈ പാപ്പരത്വത്തിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം. അവർ സ്കൂൾ നടത്തിയില്ലെങ്കിലും തിരക്കേടൊന്നുമില്ല. പക്ഷേ മലയാളത്തെ അപമാനിക്കരുത്. അവിടെ വെച്ചത് മലയാളത്തെ അപമാനിക്കരുത്. 10ാം ക്ലാസ്സിലെ കുട്ടി 10ാം ക്ലാസ്സിൻ്റെ നിലവാരമുള്ള മലയാളം പഠിക്കുന്നു എന്ന് ഉറപ്പുവരുത്താത്ത CBSE സ്കൂളുകൾക്കെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഇത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കാൻ ഇവരാരാണ്? ഇവരുണ്ടാക്കിയതാണോ മലയാളം? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ബൗദ്ധികമായ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള മലയാളം പഠിപ്പിച്ചു എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കാത്ത വിദ്യാഭ്യാസത്തെ അംഗീകരിക്കാതിരിക്കാനുള്ള ആർജവം ഉണ്ടാവണം. ഉണ്ടാവുന്നില്ല. ആ സ്കൂൾ നമ്മുടെ സ്വന്തക്കാരൻ്റെ സ്കൂളാണ്, നമ്മുടെ പാർട്ടിക്കാരൻ്റെ സ്കൂളാണ്, അവർ A+ ഉണ്ടാക്കുന്ന സ്കൂളാണ്, നമ്മുടെ ആളുകൾക്ക് ജോലി കൊടുത്തിട്ടുള്ള സ്കൂളാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. മഹാന്മാരുടെ മൗനം ആണ് വിവരദോഷികളുടെ ശബ്ദത്തെക്കാളും അപകടം എന്ന് പറയാറില്ലേ? അതുകൊണ്ട് നമ്മൾ പലരും ഈ മൗനം പാലിക്കുന്ന സന്ദർഭങ്ങളിൽ ശബ്ദമുണ്ടാക്കാനും കൂടെ നമുക്ക് സാധിക്കണം. മലയാളം എന്നത് നമ്മുടെ ഒരു ഫാഷന് വേണ്ടി മലയാളം പഠിക്കണം എന്നല്ല പറയുന്നത്. നമ്മളൊരു തീവ്രവാദിയായതുകൊണ്ട് മലയാളം പഠിക്കണം എന്നല്ല പറയുന്നത്. നമുക്ക് വേണ്ടി നൂറ്റാണ്ടുകളായി സൃഷ്ടിച്ചെടുത്ത ഒരു അതിവിശിഷ്ടമായിട്ടുള്ളൊരു ഭാഷയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുത്, നിങ്ങൾ അനാഥരായി പോകരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. എഴുത്തച്ഛനെ പോലൊരു ധിഷണാശാലിയായിട്ടുള്ള ആചാര്യൻ നമുക്ക് രൂപകൽപ്പന ചെയ്ത് ക്രോഡീകരിച്ചു തന്ന മലയാളം. ഇന്ന് രാമായണത്തിൽ 2 വരി അക്ഷരത്തെറ്റില്ലാതെ വായിക്കാൻ സാധിക്കുന്ന ഏതെങ്കിലും കുട്ടി ടീച്ചറുടെ സ്കൂളിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടാവുമായിരിക്കും, എന്നാലും ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ഇവർ വായിക്കണം, കവിത വായിക്കണം. കവിത വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് പദസംഘാതത്തെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാഹിത്യം പഠിക്കണം, എഴുത്തച്ഛനെ പറ്റി പഠിക്കണം, കുഞ്ചൻ നമ്പ്യാരെ പറ്റി പഠിക്കണം. നമ്പ്യാരുടെ കൃതികളെങ്കിലും വായിക്കൂ. നമ്പ്യാരുടെ നാവില് പദങ്ങളിങ്ങനെ കിടന്ന് നൃത്തം ചെയ്യുന്നത് നമ്മൾ കണ്ട് അന്താളിക്കുന്നില്ല. ഒരു ചങ്ങമ്പുഴ കവിത വായിക്കൂ, ഒരു വൈലോപ്പള്ളി കവിത വായിക്കൂ. എന്തിന് MT വാസുദേവനാരുടെ മഞ്ഞ് എങ്കിലും വായിക്കൂ. നിങ്ങൾ 2ാം ഊഴം വായിക്കേണ്ട, മഞ്ഞ് വായിക്കൂ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം വായിക്കൂ. എന്തെങ്കിലും വായിക്കൂ. ഭാഷ എങ്ങനെയാണ് ഇവരിലൂടെ വളർന്നത് എന്നും, നമ്മുടെ ഭാഷയ്ക്ക് ലോകത്തുള്ള ഏതൊരു ഭാഷയുടെയും പുഷ്ടിയും സമ്പുഷ്ടിയും സൗന്ദര്യവും കൊണ്ട് പരിലസിക്കുന്ന ഈ ഭാഷയെ മറന്നുകൊണ്ട് നിങ്ങൾ ഏത് പറുദീസയാണ് തിരയുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ സ്വയം ചോദിക്കുന്ന ഒരു നല്ല നാളെയിലേക്ക് വരാൻ സാധിക്കട്ടെ.